കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കേരളം മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഗണ്യമായ വർധനവ് അനുഭവിക്കുന്നു. ഇത് മനുഷ്യർക്കെതിരായ മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ഭയപ്പെടുത്തുന്ന വർധനവിന് കാരണമായി. ഇടതൂർന്ന വനങ്ങൾക്കും സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും പേരുകേട്ടതാണെങ്കിലും ഈ ഗുണങ്ങൾ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഇന്ററാക്ഷന് കാരണമായിട്ടുണ്ട്. ഒരിക്കൽ വിദൂര പ്രദേശങ്ങളിലോ വന അതിർത്തികളിലോ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഈ ഇടപെടലുകൾ ഇപ്പോൾ നഗര അർദ്ധനഗര ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, പാലക്കാട്, ഇടുക്കി തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾക്ക് അടുത്തുള്ള ജില്ലകളിലേക്ക് വ്യാപിച്ചു. ഈ സാഹചര്യത്തിൽ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നത് താമസക്കാർക്കും അധികാരികൾക്കും ഒരുപോലെ വലിയ ആശങ്കയായി മാറിയിരിക്കുന്നു. ഏറ്റവും റീസെന്റ് ആയ സംഭവം വയനാട് കോഫി എസ്റ്റേറ്റിൽ 47-കാരിയായ സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. മാനന്തവാടി ഗ്രാമത്തിലെ പ്രിയദർശിനി എസ്റ്റേറ്റിലാണ് ആക്രമണം നടന്നത്. കേരള വനം വകുപ്പ് അതിന്റെ വിവിധ റിപ്പോർട്ടുകളിലും പഠനങ്ങളിലും സമീപ വർഷങ്ങളിൽ മനുഷ്യമൃഗ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വർദ്ധിച്ചു വരുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2019 മുതൽ 2024 വരെ മാത്രം 486 പേർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഈ സ്ഥിതിവിവരണ കണക്കുകൾ പ്രശ്നത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഒരു നേർക്കാഴ്ച നൽകുന്നു. സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജനസംഖ്യയും വിപുലീകരിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളും പരമ്പരാഗത വന്യജീവി ആവാസ വ്യവസ്ഥകളെ എങ്ങനെ കയ്യേറുന്നുവെന്ന്, ഇത് കൂടുതൽ മാരകമായ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നുവെന്നും എടുത്തു കാണിക്കുന്നു. കേരള വനം വകുപ്പ് ശേഖരിച്ച വിവരങ്ങൾ വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭയാനകമായ ചിത്രം വരയ്ക്കുന്നു. 2024 ഏപ്രിൽ 1 സെപ്റ്റംബർ 30 ഇടയിൽ നടത്തിയ ഒരു പഠനത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ 2771 സംഭവങ്ങൾ ഉണ്ടായതായും അതിന്റെ ഫലമായി 22 മരണങ്ങൾ ഉണ്ടായതായും കണ്ടെത്തി. ഈ മരണങ്ങളിൽ 14 പാമ്പുകടി ഏറ്റതും, 4 ആനയുടെ ആക്രമണവും, 3 കാട്ടുപന്നിയുടെ ആക്രമണവും, 1 മുള്ളംപന്നിയുടെ ആക്രമണവുമാണ്. ഈ കണക്കുകൾ ആക്രമണങ്ങളിൽ ഏർപ്പെടുന്ന മൃഗങ്ങളുടെ വിശാലമായ ശ്രേണിയെ അടിവരയിടുന്നു. വിഷമുള്ള പാമ്പുകളും ആനകളെപ്പോലുള്ള വലിയ സസ്തനികളും മരണനിരക്കിൽ ഗണ്യമായ സംഭാവന നൽകുന്നു. ഈ സംഭവങ്ങളിൽ പലതിന്റെയും കേന്ദ്രമായ വയനാട് കേരളത്തിലെ മനുഷ്യമൃഗ സംഘർഷത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. പ്രത്യേകിച്ചും ദാരുണമായ ഒരു സംഭവത്തിൽ ഒരു പാർപ്പിട പ്രദേശത്തിനുള്ളിൽ 47-കാരനായ ഒരാളെ കാട്ടാന പിന്തുടർന്ന് ചവിട്ടിമെതിച്ചു. പരമ്പരാഗതമായി ആനകളും മറ്റു വന്യജീവികളും വസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മനുഷ്യരുടെ വർദ്ധിച്ചു വരുന്ന കടന്നുകയറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ സംഭവം വർത്തിക്കുന്നു. ഇത്തരം ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വന്യമൃഗങ്ങൾ അവരുടെ വീടുകളിലേക്കോ വയലുകളിലേക്കോ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള നിരന്തരമായ ഭയത്തിലാണ് നിവാസികൾ ജീവിക്കുന്നത്. മനുഷ്യവാസസ്ഥലങ്ങൾ, കാർഷിക പ്രവർത്തനങ്ങൾ, റോഡ് ശൃംഖലകൾ എന്നിവ വന്യപ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കി. മനുഷ്യർ വന്യജീവി മേഖലകളിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കുമ്പോൾ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, ആനകൾ ഭക്ഷണം തേടി ഗ്രാമങ്ങളിലേക്ക് കൂടുതലായി കടക്കുന്നു. പ്രത്യേകിച്ച് വനങ്ങളിൽ മതിയായ ഭക്ഷ്യസ്രോതസ്സുകളുടെ അഭാവത്തിൽ. വിളകൾ ആക്രമിക്കുമ്പോഴോ മനുഷ്യവാസ സ്ഥലങ്ങളിലൂടെ നീങ്ങുമ്പോഴോ അവ പലപ്പോഴും മനുഷ്യരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നു. ഇത് മൃഗങ്ങൾക്കും ജനങ്ങൾക്കും മാരകമായേക്കാവുന്ന അപകടങ്ങൾക്ക് കാരണമാകുന്നു. ആനകൾക്ക് പുറമെ കടുവ, പുള്ളിപ്പുലി, കാട്ടുപന്നി തുടങ്ങിയ മറ്റു മൃഗങ്ങളും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മാംസാഹാരികളായ കടുവകളും പുള്ളിപ്പുലികളും ഇരയെ തേടി പലപ്പോഴും ഗ്രാമങ്ങളിലേക്കും കാർഷിക വയലുകളിലേക്കും അലഞ്ഞു തിരിയുന്നു. അതേസമയം സർവഭക്ഷികളായ കാട്ടുപന്നികൾ വിളകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാട്ടുപന്നികളുടെ വ്യാപനം പ്രത്യേകിച്ച് 2018-ലെയും 2019-ലെയും വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു വലിയ പ്രശ്നമാണ്. വെള്ളപ്പൊക്കം നിരവധി വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഭക്ഷണവും പാർപ്പിടവും തേടി മനുഷ്യ ആധിപത്യമുള്ള പ്രദേശങ്ങളിലേക്ക് കടക്കാൻ അവരെ നിർബന്ധിതരാക്കി. മരണങ്ങൾക്ക് പുറമെ ഈ സംഘടനകളുടെ സാമ്പത്തികവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങളും ഗണ്യമാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായ കേരളത്തിലെ കാർഷിക മേഖല വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശം മൂലം വളരെയധികം ദുരിതത്തിലാണ്. 2017-നും 2023-നും ഇടയിൽ വന്യമൃഗങ്ങൾ മൂലം 20,000-ത്തിലധികം വിളനാശ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ പ്രധാന കുറ്റക്കാർ കാട്ടുപന്നികളാണ്. ഈ മൃഗങ്ങൾ നെല്ല്, ചോളം, കിഴങ്ങു വർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകൾ നശിപ്പിക്കുകയും ഇതിനകം തന്നെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന കർഷകർക്ക് ഗണ്യമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വിളനാശം കൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 1500-ലധികം വളർത്തുമൃഗങ്ങളുടെ, പ്രധാനമായും കന്നുകാലികളുടെ മരണത്തിന് കാരണമായി. ഇത് കർഷകരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ വഷളാക്കി. വർദ്ധിച്ചു വരുന്ന മൃഗങ്ങളുടെ ആക്രമണങ്ങളും വിളനാശവും പ്രാദേശിക സമൂഹങ്ങളും വന്യജീവി സംരക്ഷണ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. ഒരു വശത്ത് വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും മെച്ചപ്പെട്ട മാനേജ്മെന്റിനുള്ള ആഹ്വാനം വർദ്ധിച്ചു വരികയാണ്.
മറുവശത്ത് കർഷകരുടെയും താമസക്കാരുടെയും ഉപജീവന മാർഗം സംരക്ഷിക്കാനുള്ള ആഹ്വാനങ്ങളുണ്ട്. അതിനാൽ സംരക്ഷണ ശ്രമങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിലും മനുഷ്യ സമൂഹങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിലുമാണ് വെല്ലുവിളി. ഈ വെല്ലുവിളികൾക്ക് മറുപടിയായി കേരള വനം വകുപ്പ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ നടപടികൾ നടപ്പാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഉൾപ്പെടുന്ന അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സജ്ജീകരിച്ചിരിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ സ്ഥാപനവും ഇതിൽ ഉൾപ്പെടുന്നു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങളെ പിടികൂടുകയോ ശാന്തമാക്കുകയോ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ഈ ടീമുകൾക്കാണ്. കൂടാതെ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായാൽ അടിയന്തര സഹായം നൽകുന്നതിനായി കേരള വനം വകുപ്പ് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾക്ക് ഏകോപിതമായ പ്രതികരണം സുഗമമാക്കുന്നതിനും കഴിയുന്നത്ര വേഗത്തിൽ സഹായം ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ഈ കേന്ദ്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രശ്നം നിലനിൽക്കുന്നു. ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സമഗ്രവും ദീർഘകാലവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് പല വിദഗ്ധരും വാദിക്കുന്നു. മൃഗങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ആവാസ വ്യവസ്ഥയുടെ നഷ്ടം. മനുഷ്യവാസസ്ഥലങ്ങളും കാർഷിക പ്രവർത്തനങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നു. ഇത് ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നിവ തേടി ജനവാസമേറിയ പ്രദേശങ്ങളിലേക്ക് മാറാൻ മൃഗങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇത് മനുഷ്യ ജീവിതത്തെ അപകടത്തിലാക്കുക മാത്രമല്ല, അതിജീവനത്തിനായി ഈ ആവാസ വ്യവസ്ഥകളെ ആശ്രയിക്കുന്ന വന്യജീവികളുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യരുമായി സമ്പർക്കം പുലർത്താതെ വനങ്ങൾക്കും മറ്റ് സംരക്ഷിത പ്രദേശങ്ങൾക്കുമിടയിൽ മൃഗങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്ന വന്യജീവി ഇടനാഴികൾ സ്ഥാപിക്കണമെന്ന് സംരക്ഷണവാദികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങൾ ഗ്രാമങ്ങളിലേക്കോ കാർഷിക വയലുകളിലേക്കോ വഴിതെറ്റാനുള്ള സാധ്യത കുറയ്ക്കാൻ ഈ ഇടനാഴികൾ സഹായിക്കും. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് പുറമെ പൊതുജന അവബോധവും വിദ്യാഭ്യാസവും ആവശ്യമാണ്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പല സംഘട്ടനങ്ങളും സംഭവിക്കുന്നത് അവയുടെ സമീപത്തുള്ള വന്യജീവികളുമായി എങ്ങനെ സഹവർത്തിത്വം പുലർത്തണമെന്ന് ആളുകൾക്ക് അറിയാത്തതിനാലാണ്. ഭക്ഷ്യസ്രോതസ്സുകൾ സുരക്ഷിതമാക്കുക, ഉചിതമായ വേലി ഉപയോഗിക്കുക, വന്യമൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുക തുടങ്ങിയ ലളിതമായ നടപടികൾ ആക്രമണങ്ങൾ തടയുന്നതിനും വളരെയധികം സഹായിക്കും. വന്യജീവി പെരുമാറ്റത്തെക്കുറിച്ചും സുരക്ഷാ നടപടികളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യബോധത്തോടെയുള്ള പൊതു അവബോധ പ്രചാരണങ്ങൾ മനുഷ്യ വന്യജീവി സംഘടനകളുടെ ആവൃത്തി കുറയ്ക്കാൻ സഹായിക്കും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ പ്രാദേശിക സർക്കാരുകളുടെയും നിയമനിർവഹണ ഏജൻസികളുടെയും പങ്കും നിർണായകമാണ്. വന്യജീവി ആവാസ വ്യവസ്ഥയിലും പരിസരങ്ങളിലും മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമങ്ങളും നിയന്ത്രണങ്ങളും ശക്തമായി നടപ്പാക്കേണ്ടതുണ്ട്. സംരക്ഷിത വനപ്രദേശങ്ങളിലേക്കുള്ള അനധികൃത കയ്യേറ്റത്തിനും വനജീവികളുടെ അനധികൃത വ്യാപാരത്തിനുമുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സമീപ വർഷങ്ങളിൽ വന്യജീവി സംരക്ഷണത്തിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സുരക്ഷിതമായും സമാധാനപരമായും സഹവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിൽ മനുഷ്യർക്കെതിരായ മൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് സങ്കീർണമായ ഒരു പ്രശ്നമാണ്. അതിന് ബഹുമുഖ സമീപനം ആവശ്യമാണ്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, വന്യജീവി പ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റം, വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജനസംഖ്യ എന്നിവയെല്ലാം വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമാകുന്നു. ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ കേരള വനം വകുപ്പ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെച്ചപ്പെട്ട ആവാസ വ്യവസ്ഥ, പൊതുവിദ്യാഭ്യാസം, നിയമങ്ങളുടെ കർശനമായ നടപ്പാക്കൽ, വന്യജീവി ഇടനാഴികളുടെ വികസനം എന്നിവയുടെ സംയോജനം മൃഗങ്ങളുടെ ആക്രമണത്തിന്റെ ആവൃത്തി കുറയ്ക്കാനും സംസ്ഥാനത്തെ മനുഷ്യരുടെയും വന്യജീവികളുടെയും സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും. കേരളം ഈ പ്രശ്നത്തെ നേരിടുന്നത് തുടരുന്നതിനാൽ വർദ്ധിച്ചു വരുന്ന ഈ പ്രശ്നത്തിന് സുസ്ഥിരമായ പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാരും പ്രാദേശിക സമൂഹങ്ങളും സംരക്ഷണവാദികളും നിയമനിർവഹണ ഏജൻസികളും ഉൾപ്പെടുന്ന ഒരു സഹകരണ സമീപനം അനിവാര്യമാണെന്ന് വ്യക്തമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.